രണ്ട് വരി പ്ലീസ്. ജാസ്മിൻ, ഇതയമൊരു കണ്ണാടി ആളാണ് എനിക്ക് രണ്ടുപേരി. സത്യമായിട്ടും പാടാറിയാത്തോണ്ടാ. അതിനകത്ത് എന്തോ ഒരു വരിയുണ്ടല്ലോ, ഏതോ ഒരു വരിയുണ്ടല്ലോ. ഞാൻ പാടിയതിലാണ്. ഇതയമൊരു കണ്ണാടി വളരെ നല്ല സ്വരം കേട്ടോ. പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? 2 വർഷം പഠിച്ചത് അവരോട്. എനിക്ക് മുമ്പിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കിതും പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇതും പിടിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ല. എനിക്ക് വീട്ടിലെ കാര്യം നോക്കണം, എല്ലാം നോക്കണ്ടേ. അപ്പം എനിക്കിത് മാത്രം നോക്കിയിരിക്കുവാണ്, ഇതും ആലോചിച്ച് കരഞ്ഞിരിക്കുവാണ്. എനിക്ക് എണീക്കാൻ പറ്റില്ല, ഞാൻ ചത്ത്, ഞാൻ അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആർക്ക് പോയി? എനിക്കും എൻ്റെ വീട്ടുകാർക്കും പോയി. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരോടും എന്നെ കൊന്നു കൊല പിടിക്കുമായിരുന്നു. എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. കാരണം ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ട് ബാപ്പ കണ്ടിട്ടില്ല, ഉമ്മായി പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ സഞ്ജുട്ടിക്ക് അറിയാവോ? പുള്ളിക്കാരൻ ഇപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആദ്യമേ ഞാൻ ഈ ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് നമ്മുടെ കുറച്ച് റീൽസൊക്കെ ഒന്ന് വൈറലായി തുടങ്ങിയൊരു ടൈം. അപ്പോൾ പുള്ളി ഇങ്ങനെ ഈ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ടിക്ടോക്കിൽ വൈറലായിട്ട് നിൽക്കുന്ന ഗേൾസിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസാണ് കാണിക്കുന്നത്. അതിൽ എൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ സ്കൂളിൽ വെച്ചിട്ടാണ് അറിയുന്നത്, പിള്ളേരറിഞ്ഞിട്ട്. അന്നെൻ്റെ ജീവൻ പറന്ന്. കാരണം നമ്മൾ ഓൾറെഡി ഒരാൾ അറിയാണ്ട് കൊണ്ടു കിടക്കുകയാണല്ലോ. അപ്പോൾ അവിടെ അറിയുകയും കൂടി ചെയ്ത് ഞാൻ ഇവിടെ വന്ന് പുള്ളിയെ വിളിച്ച് എൻ്റെ ഇതാക്കി കളയണം, ഡിലീറ്റ് ചെയ്ത് കളയണമെന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഫേസ്ബുക്കൊക്കെ എടുത്ത് നമ്പരൊക്കെ എങ്ങനെയോ തപ്പി കണ്ടുപിടിച്ചൊക്കെ വിളിച്ച് പറഞ്ഞതാണ്. കാരണം വീട്ടിലറിഞ്ഞാൽ അത്രയും സീനാ. എന്നിട്ട് ഞാൻ ഒളിച്ചും പത്ത് ചെയ്തു. ആ ഒരു ധൈര്യം, അയ്യോ എനിക്ക് ധൈര്യം. അന്ന് എന്തോ ഒരു ഇതിലങ്ങ് ചെയ്ത് പോയതാണ്. യോജിക്കുന്നത്. ഇപ്പം നമ്മൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്, രസമാണ് ഭയങ്കര. ഇപ്പം നമുക്കൊരു പൊതുവേ ഉള്ളൊരിതുണ്ടല്ലോ, വെളുത്ത് തുടുത്ത് അങ്ങനെ ഇരുന്നാൽ മാത്രമാണ് സൗന്ദര്യം, ഇങ്ങനെ ഇരുന്നാൽ മാത്രമാണ് സൗന്ദര്യം എന്ന് എല്ലാവരുടെയും ഒരു തോട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര മനസ്സത്ര നല്ലതല്ല, അല്ലെങ്കിൽ എല്ലാവരോടും കുറേ
കുശുമ്പ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആളാണെങ്കിൽ ഒരിക്കലും അവർ സൗന്ദര്യമുള്ള ഒരാളാണെന്ന് എനിക്ക്